നൈറ്റിക്കും കുർത്തിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ക്വയർ നെക്ക് ഡിസൈൻ കണ്ടാലോ? അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറുള്ള നൈറ്റി ബിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാച്ച് ആവുന്ന രീതിയിലൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു പീസ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്താണ് നമ്മൾ നെക്ക് വരക്കേണ്ടത്. നിങ്ങൾ അഭിപ്രായം നെക്ക് വരച്ചു കൊടുക്കുക. നമ്മൾ ടോപ്പിൽ ഇതുപോലെ ഒരു 6 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. താഴോട്ടേക്ക് 5.5 ഇഞ്ച്, അതുപോലെ രണ്ട് സൈഡും 5.5 ഇഞ്ച്, അടിവശത്ത് നമ്മൾ 5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിത് വരച്ചിരിക്കുന്നത്. ഈ നമ്മൾ നെക്ക് എത്രയാണോ വരുന്നത് അതിനേക്കാൾ ഇത്രയും കൂടുതലായിട്ട് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ, അതായത് 3-3.5 ഇഞ്ച് വീതിയിൽ എല്ലാ സൈഡിലും കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈറ്റി തുണിയുടെ പുറകുവശത്താണ് നമ്മൾ ഈ ഒരു തുണി വെക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ നെക്കിന് വരച്ചെടുത്ത നെക്കിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് നേരെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിതുപോലെ കട്ട് ചെയ്തു നേരെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തേക്ക് ഇതിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നിവർത്തി വെച്ച് കൊടുക്കുക. നമ്മുടെ തയ്യൽ തുമ്പ് നൈറ്റിയുടെ മുകളിലേക്ക് വരുന്നത് ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നൈറ്റി തുണിയുടെ മുകളിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഇതേപോലെ നമ്മളൊന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് നല്ല വശത്തേക്ക് നല്ല അടിപൊളിയായിട്ട് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കാം. ഇനി അടിവശം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കാം. നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കിയിട്ട് മടക്കാം, കുറവാണെങ്കിൽ കുറച്ചിട്ട് മടക്കുക. അതിനുശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് പതിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ എല്ലാ സൈഡും അളവ് പ്രകാരം മടക്കിയിട്ട് നല്ല പോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഇതേപോലെ ഔട്ടർ സൈഡിൽ കൂടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു നെക്കിന് ചേർന്ന് എൻഡിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നെക്കിന് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നെക്കിൻ്റെ എൻഡ് വശത്ത് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചൂടെ ഈ ഒരു വശത്തൂടായിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നൈറ്റിക്കും കുർത്തീസിനൊക്കെ നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നെക്ക് ഡിസൈനാണ്. ഇതേപോലെ ഒരു വള്ളി കൂടെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.